ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ബീഫൊക്കെ രാവിലെ കണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് 1.5 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം കുക്കറിലിട്ടിട്ട് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് വേവിക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ അത് വരട്ടിയെടുക്കാം. നല്ല ബ്ലാക്ക് കളർ ആവണ വരെ നമുക്ക് വരട്ടിയെടുക്കാം. ഇത് നമ്മുടെ ഫുഡ് ട്രക്കിലെ ഒരു മെയിൻ ഡിഷായിരുന്നു കേട്ടോ. ഭയങ്കര ആൾക്കാർ ചോദിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു ഫുഡാണ് ഞാൻ പോയിരുന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ ബീഫ് ഉണ്ടാക്കാറില്ല, ഇങ്ങനത്തെ മീറ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഏട്ടനത് അവരത് ഉണ്ടാക്കാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ രീതിയിൽ ബീഫ് വരട്ടണത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. നമുക്ക് പൊടികളൊക്കെ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം. പാനിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട്, പാനിലൊന്ന് ചൂടാകുമ്പോൾ സിമ്മിലിട്ടിട്ട് പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. പൊടി കരിയരുത് കേട്ടോ, ചൂടായിട്ടുണ്ട്. അപ്പം അതിലാവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സ്പൈസി കുറച്ച് കൂടുതൽ വേണം, അതിന് കുരുമുളകാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മല്ലിപ്പൊടി. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ മീറ്റ് മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1.5 ടേബിൾ. ഇതൊന്ന് നല്ലോണം ചൂടാക്കിയെടുക്കാം. പൊടിയൊക്കെ നല്ലോണം ചൂടായി അതിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വേവിക്കാം. പക്ഷെ എന്താ അറിയോ, നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരം നല്ലോണം വൈകിട്ടുണ്ട്. 12:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കും. അടുപ്പിലാകുമ്പോഴത്തേക്കും പിന്നെ നേരം വൈകല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ചെടുത്തിട്ട് ബാക്കി വരട്ടലും കാര്യമൊക്കെ നമുക്ക് അടുപ്പത്താക്കാം. ഇതാട്ടോ മീറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതിനകത്തേക്ക് നമ്മുടെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ല, ചതച്ചത്. പിന്നെ ഒരു പിടി ഓളം സവാള, പിന്നെ വേപ്പില, 2 തണ്ട് വേപ്പില, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുക. 2 പച്ചമുളക്. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ചെയ്യുക. ഈ മിക്സിങ് ഒരു 5 മിനിറ്റോളം ഇതിനകത്തേക്ക് കുഴച്ച് പിടിപ്പിക്കണം. ഇപ്പം തക്കാളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത്രയും സവോള നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുള്ളൂ. ബാക്കി മൊത്തം കൊച്ചുള്ളിയാണ് എടുക്കുക, ചെറുള്ളി എടുക്കുക. എന്നിട്ട് ഇത് അടിപൊളിയായിട്ട് തിരുമ്മി കുഴച്ച് ഒരു 10 മിനിറ്റൊക്കെ മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മതി. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് മാറ്റി വയ്ക്കണില്ല. നിങ്ങൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ മാറ്റി വെച്ചോളൂ. ഇനി ഇതിൽ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനകത്ത് ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ വരികയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരുപാട് വേണ്ട, 1/2 ഗ്ലാസ് എങ്ങാനും വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇത് വേവട്ടെ. എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വരട്ടിയെടുക്കാനുള്ള പരിപാടി നോക്കാം. ബീഫ് ഓൾറെഡി വെന്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അപ്പൊ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ല വരട്ടി എടുക്കാന്ന് വിചാരിച്ചു. അടുപ്പത്താവുമ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലോണം വരണ്ടതൊരു ബ്ലാക്ക് കളർ വരും. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതാ നമുക്ക് അടുപ്പത്ത് ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതിട്ട് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരുപാട് ചെറുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറുള്ളിയാണ് ടേസ്റ്റ്, അതുകൊണ്ട് തന്നെ അധികം ചെറുള്ളിയാണ്. അരിഞ്ഞ് ചെറുള്ളി കൊടുത്തു. കുറച്ച് ഒരു സവാള പോലും ഇല്ല, ഇത്തിരി സവാള ഇവിടെ. ഇത് നല്ലോണം
മൂത്ത് വരട്ടെ. ഈ ബീഫിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർമ്മയിൽ കച്ചവടത്തിന് പോകുമ്പോൾ ഫുഡ് ട്രക്കിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്പെഷ്യൽ സംഭവം കേട്ടോ ബീഫ്. കുറേ ഏട്ടന്മാരും അനിയന്മാരും ഇത് ചോദിച്ചു വരാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടം, കഴിച്ചിട്ട് അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. നല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അവര് ചാവക്കാട് നിന്നൊക്കെ നമ്മുടെ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസ് നമുക്ക് കർമ്മയിൽ അറിയുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്കറിയില്ല, നമ്മുടെ അപ്പം സ്ഥിരമായിട്ട് ഒരു 1-2 വർഷമൊക്കെ അവിടെ കച്ചവടം ചെയ്യുന്ന സമയത്ത് ഈ ബീഫ് അന്വേഷിച്ചിട്ട് എല്ലാവരും വരും. ഈ ബീഫ് ഫ്രൈ മാത്രം, അതും ചായയും കുടിച്ചിട്ട് പോണവരുണ്ട്. അപ്പൊ ഈ ബീഫിന് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആ ഒരു ഓർമ്മ എനിക്ക് നല്ലോണം അവരുടെ വന്നാൽ പറയുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയുന്നതും നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം അടിപൊളിയാന്ന് പറയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. അത് ആ സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്ക് പിന്നെ ഓർമ്മ വരും. അങ്ങനെയും കൂടെ ഉള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ അത്. അതുപോലെ ന്യൂ ഇയറിന് ക്രിസ്മസിനൊക്കെ നമുക്ക് കച്ചവടം കൂടുതൽ ഉണ്ടാവുമല്ലോ, വെക്കേഷൻ സമയങ്ങളിൽ അതുപോലെ ഓണം അങ്ങനെയൊക്കെ. പക്ഷെ ഓണത്തിനെക്കാട്ടിലൊക്കെ നമുക്ക് കൂടുതൽ പെരുന്നാൾക്കും ന്യൂ ഇയർ ക്രിസ്മസിനൊക്കെ. അപ്പം ന്യൂ ഇയറിൻ്റെ കുറച്ച് ദിവസം മുന്നേ പറയും ഇത് ക്വാണ്ടിറ്റി കൂടുതൽ, ഈ ബീഫ് ഫ്രൈ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കൊണ്ടുവരണേ ചേച്ചി എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ആ സമയങ്ങളിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ ലിമിറ്റിനനുസരിച്ച് കുറേശ്ശേ കൊണ്ടുപോകാറുള്ളൂ. വേസ്റ്റ് ആവാത്ത രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് എത്തണ സമയവും കച്ചവടം ചെയ്യുന്ന സമയമൊക്കെ നോക്കണമല്ലോ. ഫുഡ് കേട് വരുന്നതിൻ്റെ മുന്നേ തീരെ വേണമല്ലോ. അപ്പം വല്ലാണ്ട് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുപോകാറില്ല. അപ്പം അതൊക്കെ വലിയൊരു ഓർമ്മ. ഈ ന്യൂ ഇയർ വരുന്ന സമയത്തൊക്കെ അത് വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ അങ്ങനെ എങ്ങനെ ഉണ്ട്. നിങ്ങൾക്കൊരു ആൾക്ക് അറിയണ്ടാവും എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാവും. പക്ഷെ ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ, നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാൾ കുറേ പേര് നമുക്ക് ആ സംഭവം ഓക്കെയാണ്, അടിപൊളിയാണ്, ആ സാധനം ചോദിച്ചു വരുമ്പോൾ പ്രത്യേക ഇഷ്ടം. ഒന്നിങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടെ ഉള്ളൂ. അപ്പം കുറച്ചധികം വേപ്പിലോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടെ ഇതിനകത്ത് നുറുക്കിയിട്ട് കൊടുക്കാം. ഇത് സ്പൈസിയാണ്. എരിവ് വേണ്ടവർ കൂട്ടാം, എരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കാട്ടോ. നമുക്കിവിടെ എരിവ് കൂടുതൽ വേണം. ഇത് എരിവോട് കൂടെ നല്ല കുരുമുളകിൻ്റെ എരിവാണ് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുരുമുളക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി മീറ്റ് ഐറ്റംസ് വയ്ക്കുമ്പോൾ, ബീഫോ ചിക്കനോ മട്ടണോ വയ്ക്കുമ്പോൾ ഉള്ളി ഇതേപോലെ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് പൊടിയും കാര്യങ്ങളും ഒക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളിയാണേ. അതൊന്നും ഇങ്ങോട്ട് വെന്തുടയുമ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി, തക്കാളി, ഇഞ്ചി, മുളക് എല്ലാം മൂത്ത് വന്നു. ഇനി നമ്മുടെ ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഗ്രേവിയോട് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ ഈ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണം. മൊത്തം ഗ്രേവി എടുക്കാം, ഒന്നും കളയണ്ട കേട്ടോ. ഇനി ഈ ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് ഇങ്ങനെ വരട്ടി എടുക്കണം. ഇനി ഒരു പകുതി മുക്കാൽ വറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റിക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ വരട്ടി എടുക്കാം. ഇത് മുക്കാൽ ഭാഗം നല്ല വരണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് കുരുമുളക് പൊടിയല്ല, ഇങ്ങനെ കുരുമുളക് ഉണ്ടെങ്കിൽ ഇത് ഒന്ന് പൊടിക്കുക, ചതയ്ക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തരിതരായിട്ട് പൊടിക്കാം. എന്നിട്ട് അത് ഫസ്റ്റ് ട്രിപ്പ് ഒരു പകുതി പൊടിച്ചതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തു, ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇതിനകത്ത് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇത്രയും തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുക്കാം. അത് ആ മസാലയിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ്. തേങ്ങാക്കൊത്തൂടെ ഇട്ട് കൊടുത്തു. ഇനി വഴറ്റണം. തീ കുറച്ച് വയ്ക്കാം, ഇത്രയും തീ വേണ്ട. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. മല്ലിച്ചപ്പ് കുറച്ചധികം. ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്നും കൂടെ ചെറുതീയിൽ അങ്ങനെ കിടക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കളറ് മാറും.
അതുവരെ ഒന്നും കൂടെ ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് നമുക്കെടുക്കാം. എന്താ ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് ചോറുണ്ടാം കേട്ടോ. സംഭവം സെറ്റായി. ചോറ് വിളമ്പട്ടെ. ഇനി ചോറ് വിളമ്പട്ടെ കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. പപ്പടമുണ്ട്. ഇത് കഷ്ണമൊന്നും ഇല്ലാണ്ട് വെക്കണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോരുകറി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നിടാം. മോരുകറി. ഇനി ബീഫ് ഫ്രൈ. കുറച്ച് സവാള. ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കാം. മോരുകറിയും ഇതാ ബീഫൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ. സീ യു.